ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലിയോ 14 മാർപ്പാപ്പയെ ഫോണിൽ വിളിച്ചു. ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു എന്നാണ് വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. കത്തോലിക്ക പള്ളിക്ക് നേരെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയതിൻ്റെ പിറ്റേന്നാണ് നെതന്യാഹു മാർപ്പാപ്പയെ വിളിച്ചത്. ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണം ഇസ്രായേലിന് പറ്റിയ അബദ്ധമാണെന്നും നെതന്യാഹു ക്ഷമ ചോദിച്ചതുമായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ലിയോ 14 മാർപ്പാപ്പയുമായും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കണമെന്നും ഉടൻ വെടിനിർത്തൽ വേണമെന്നും മാർപ്പാപ്പ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വത്തിക്കാൻ അറിയിച്ചത്. പള്ളി ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. പള്ളി വികാരിയടക്കം 10 പേർക്ക് പരിക്കേറ്റിരുന്നു. അതിനിടെ ജെറുസലേം പാത്രിയാർക്കീസ് പീർ ബാറ്റിസ്റ്റ പിസബെല്ലയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പാത്രിയോർക്കീസ് തെയോഫിലോസ് മൂന്നാമനും ഇന്നലെ ഗാസയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ബോംബാക്രമണത്തിൽ പള്ളിയുടെ മേൽക്കൂരയ്ക്കാണ് കേടുപറ്റിയത്. ആക്രമണത്തിൽ നെതന്യാഹു ഖേദം പ്രകടിപ്പിച്ചു. സൈനിക നടപടിക്കിടെ ഒരു ഷെൽ അബദ്ധത്തിൽ പള്ളിവളപ്പിൽ പതിച്ചതെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത്. ഈ വിശദീകരണം പാത്രിയാർക്കീസ് പീർ ബാറ്റിസ്റ്റ പിസബെല്ല തള്ളിയിരുന്നു. ഞങ്ങളെ ലക്ഷ്യമിടേണ്ട കാര്യമില്ല, അബദ്ധം പറ്റിയതാണെന്ന് അവർ പറയുന്നു. പക്ഷേ ഇത് അബദ്ധമല്ല, അദ്ദേഹം പറഞ്ഞു. ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്.